IVF ചികിത്സയിലെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്. ആദ്യം നമുക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് എന്താണെന്ന് നോക്കാം. IVF ചികിത്സയുടെ ഭാഗമായി അണ്ഡം ശേഖരിക്കുന്ന പ്രൊസീജിയറിനെ ഓവം പിക്കപ്പ് അല്ലെങ്കിൽ OPU എന്നാണ് പറയുന്നത്. ആ ദിവസം തന്നെ നമ്മൾ മെയിൽ പാർട്ട്ണറുടെ സിമൻ കളക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് കിട്ടിയ നല്ല അണ്ഡങ്ങളിലേക്ക്, മച്ചുറായിട്ടുള്ള അണ്ഡങ്ങളിലേക്ക് ബീജത്തിനെ കുത്തിവെച്ച് ഭ്രൂണം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അണ്ഡം എടുക്കുന്നത്, ഹസ്ബൻഡിൻ്റെ ബീജം എടുക്കുന്നത്, ഇക്സി ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളും ഒറ്റ ദിവസമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാൽ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഡേ 0 എന്നാണ് പറയുക. നാളെ ആകുമ്പോൾ ഒരു ദിവസമായി ഡേ 1, മറ്റന്നാൾ രണ്ടാമത്തെ ദിവസം ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. അപ്പോൾ ഈ ഡേ 0യിൽ ഇക്സി ചെയ്ത് വച്ചിരിക്കുന്ന അണ്ഡങ്ങൾ നമ്മൾ 5 ദിവസം വരെ ലാബിൽ വെച്ച് വളർത്തിയെടുക്കുന്നതിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ എന്ന് പറയുന്നത്. 5 ദിവസം പ്രായമായ ഭ്രൂണങ്ങളെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.